ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള ദോശപ്പൊടിയുടെ റെസിപ്പിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം നമുക്ക് കണ്ടു നോക്കാം. ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡലിപ്പൊടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പൊടി തയ്യാറാക്കാൻ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. തോടുള്ളതോ ഇല്ലാത്തതോ ആയ ഏത് തരം ഉഴുന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്നോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയി കിടക്കുന്ന ഉഴുന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി എടുക്കാവേ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്. ഇനി നമുക്കിതിന്റെ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഉഴുന്നെടുത്തിരിക്കുന്നത് 250 ml അളവുള്ള കപ്പിനാണ്. കൂടാതെ 10 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവയാണ്. ഇനി നമുക്ക് ആദ്യം വറ്റൽമുളകൊന്ന് മൊരിയിച്ച് എടുത്ത് മാറ്റി വെക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് വറ്റൽമുളക് ചേർത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണേ. ഇതിപ്പോൾ ചെറിയ വറ്റൽമുളകാണ്, ഒരു മീഡിയം എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ 10 താഴെ വറ്റൽമുളക് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനിയല്ല, എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിന്റെ അളവ് കൂട്ടി കൊടുത്താൽ മതിയേ. വറ്റൽമുളകിന് പകരം നമുക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത്. ലാസ്റ്റ് പൊടിക്കുന്ന സമയത്ത് അവരവരുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നല്ല രീതിക്ക് മുളകൊന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ കളറൊക്കെ മാറി, പച്ചമണമൊക്കെ മാറി, മുളക് നന്നായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ആ പാനിലേക്ക് തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉഴുന്ന് നല്ല രീതിക്ക് വറുത്തെടുക്കാവേ. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയത്തിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടേക്കും മാറരുത്, കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇല്ലെങ്കിൽ എല്ലാ ഉഴുന്നും ഒരേ കളറിൽ കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ കൈവിടാതെ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇതും പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി പകുതി ചൂടായി വരുമ്പോഴേ അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം ബാക്കി കൂടി വറുത്തെടുക്കാൻ. ഈ ഒരു ബ്രൗൺ കളറായിട്ടാണ് ഉഴുന്ന് നമുക്ക് കിട്ടേണ്ടത്. ഉഴുന്നൊട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല, എല്ലായിടത്തും ഒരുപോലെ തന്നെ കളറായിട്ടും ഉണ്ട്. ഇത്രയും ആയി കഴിയുമ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണേ. എന്നിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചോണ്ട് നമുക്കൊരു 2 ഇൻഗ്രീഡിയന്റും കൂടെ ചേർത്ത് കൊടുക്കാവേ. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പിന്റെ അളവ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇപ്പൊ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊടിച്ചതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, വറ്റൽമുളകിന് പകരം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനേ. ഇപ്പോൾ ഉഴുന്നിന് ചെറു ചൂടുണ്ടാവും, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണവും മാറിക്കിട്ടിക്കോളും. ഇപ്പൊ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. ജാർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തരി വെള്ളം പോലും അതിലുണ്ടാവരുതേ. ഉഴുന്നും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകും കൂടെ ചേർത്ത് വേണേ പൊടിച്ചെടുക്കാനേ. ഞാൻ ഇവിടെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോകരുത് കേട്ടോ, കുറച്ച് തരിതരിയായിട്ട് വേണേ പൊടിച്ചെടുക്കാനേ. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്പൂണിനും കണ്ടെയ്നറും ഒരു തരി വെള്ളം പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ പൊടി പെട്ടെന്ന് കേടായി പോകുമേ. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 മാസം വരെ പുറത്ത് വെച്ച് കേടുകൂടാതെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 മാസം വരെ കേടുകൂടാതിരിക്കുവേ. ഈ പൊടിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ എന്നുമുള്ള സാധനങ്ങളാണല്ലേ. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പൊടി മാത്രമായോ അല്ലെങ്കിൽ എണ്ണ കൂടി ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.